എല്ലാവർക്കും ഹാപ്പിനെസ് ടോക്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് അസുഖങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന് മുണ്ടിനീരെന്നറിയപ്പെടുന്ന മംസ്, മറ്റൊന്ന് മഞ്ഞപ്പിത്തം എന്ന് വിളിക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഈ രണ്ട് രോഗങ്ങളും വളരെ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ നന്നായി വന്നു പോയ അസുഖം തന്നെയാണ്. മുണ്ടിനീരിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ കുത്തിവെപ്പിൻ്റെ പദ്ധതിയിൽ, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തപ്പെട്ട MMR വാക്സിൻ ഉൾപ്പെടെ അതിനുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ വർധനവ് കുറഞ്ഞപ്പോൾ അത് MR വാക്സിനായിട്ട് ചുരുങ്ങുകയാണ് ഉണ്ടായത്. വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ കാര്യത്തിൽ, മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തിൽ വാക്സിനുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് പുതിയ കാലത്ത് ആ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെതിരായിട്ട്, ഹെപ്പറ്റൈറ്റിസ് എക്കെതിരായിട്ട് വ്യാപകമായിട്ട് വാക്സിൻ ഉപയോഗിച്ച് വരുന്നതും കാണുന്നുണ്ട്. ഈ രണ്ട് അസുഖങ്ങളുടെയും പ്രത്യേകത, ഇത് രണ്ടും വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് അസുഖത്തിനും വലിയ തോതിലുള്ള ചികിത്സ ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സ് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സത്തിന് ആവശ്യമില്ല. നല്ല വെള്ളം, ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ശുദ്ധവായു, നല്ല ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ചുറ്റുപാടുകൾ ശുചീകരിക്കുക, നല്ല വിശ്രമം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ അസുഖത്തെ രക്ഷപ്പെടാൻ കഴിയും. മറിച്ച് വലിയ രോഗികൾ, നേരത്തെ പറഞ്ഞ പോലെ വലിയ രോഗികളുടെ ചികിത്സ ആവശ്യമില്ലാത്ത അസുഖമാണെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് മരുന്നുകളിന് ആവശ്യമില്ല എന്ന് നാം നിർബന്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് പകരുന്നത് വായുവിലൂടെയും അതുപോലെ തന്നെ വെള്ളത്തിലൂടെയും, മുണ്ടിനീരാണെങ്കിൽ ഉമിനീരിലൂടെയും അതുപോലെ തന്നെ വായുവിലൂടെ ജലകണങ്ങളിലൂടെയാണ് ഇത് പകരുന്നത്. എന്നാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പകരുന്നത് മലിനമായ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ വെള്ളം, മലത്തിലൂടെ. അതുകൊണ്ട് തന്നെ ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തിശുചിത്വവും അതുപോലെ തന്നെ പരിസര ശുചിത്വവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ട് അസുഖത്തിൻ്റെ കാര്യത്തിൽ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതിന് ചികിത്സ ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇതിൽ കുത്തിവെപ്പുകളുണ്ട്, വന്നിട്ടുണ്ട്, MMR വാക്സിനേഷൻ ഉണ്ട്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എക്കുള്ള വാക്സിനേഷൻ ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളിൽ അപകടകരമായ പ്രയാസങ്ങളിലേക്ക്, പരിണത ഫലങ്ങളിലേക്ക് സംഭവിക്കാവുന്ന അസുഖം തന്നെയാണ് മുണ്ടിനീരും അതുപോലെ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസും. മരണങ്ങൾ പോലും സംഭവിച്ചു കഴിഞ്ഞു വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ കാര്യത്തിൽ. മുണ്ടിനീരിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് കുട്ടികളിലൊക്കെ വന്നാലും വലിയ ആളുകൾ വന്ന, പ്രത്യേകിച്ച് ഓർക്കൈറ്റിസ് പോലെയുള്ള, പാങ്ക്രൈറ്റിസ് പോലെയുള്ള, എൻകഫലൈറ്റിസ് പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള അസുഖമാണ് മുണ്ടിനീര്. പൊതുവിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് അസുഖങ്ങളും വളരെ വലിയ ശ്രദ്ധ കൊണ്ടും ജാഗ്രത കൊണ്ടും മാത്രം പരിഹരിക്കാവുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. മറിച്ച് വലിയ തോതിലുള്ള ചികിത്സ ആവശ്യമില്ലാത്ത, എന്നാൽ ജാഗ്രതയും പ്രതിരോധവും അതുപോലെ തന്നെ ശ്രദ്ധയും പരിചരണവും മാത്രം ആവശ്യമുള്ള അസുഖങ്ങളാണെന്ന് കണക്കാക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.